International Jewelers. നാടിനെ നടുക്കിയ മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരണസംഖ്യ 170 കടന്നു. ചാലിയാർ പുഴയിൽ നിന്ന് 10 മൃതദേഹങ്ങൾ കൂടി കണ്ടെടുത്തു. 200-ലധികം പേരെ കാണാനില്ലെന്ന് നാട്ടുകാർ. മുണ്ടക്കൈയിൽ അവശേഷിക്കുന്നത് 30 വീടുകൾ മാത്രമെന്ന് പഞ്ചായത്ത്. നിരവധി പേർ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ. മുണ്ടക്കൈയിൽ രക്ഷാദൌത്യം പുരോഗമിക്കുന്നു. 4 സംഘങ്ങളായി 150 സൈനികർ ചൂരമലയിൽ. സൈന്യത്തിന് പിന്തുണയുമായി സന്നദ്ധ പ്രവർത്തകരും. രക്ഷാദൌത്യത്തിന് വ്യോമസേനയുടെ ഹെലികോപ്റ്റർ. വേലി പാലത്തിന്റെ നിർമ്മാണം ദ്രുതഗതിയിൽ. വയനാട്ടിൽ നാളെ സർവകക്ഷി യോഗം. യോഗത്തിൽ മുഖ്യമന്ത്രി പങ്കെടുക്കും. സർവകക്ഷി യോഗത്തിന് എല്ലാ സഹകരണവും ഉണ്ടാകുമെന്ന് പ്രതിപക്ഷം. വയനാട്ടിലേക്ക് കൂടുതൽ ആരോഗ്യ പ്രവർത്തകരെ എത്തിക്കാൻ തീരുമാനം. രക്ഷാപ്രവർത്തനം വിലയിരുത്തി മന്ത്രിസഭാ യോഗം. സംസ്ഥാനത്ത് ശനിയാഴ്ച വരെ മഴ തുടരും. വടക്കൻ കേരളത്തിൽ അതീവ ജാഗ്രത. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട്. കടലിൽ പോകരുതെന്ന് മത്സ്യത്തൊഴിലാളികൾക്ക് നിർദ്ദേശം. മലപ്പുറം കുറ്റിപ്പുറത്ത് 6 കുടുംബങ്ങൾ അപകട ഭീഷണിയിൽ. ദേശീയപാത വികസനത്തിന്റെ പേരിൽ 25 അടിയോളം മണ്ണെടുത്തതോടെ വീടുകളിൽ വിള്ളൽ. ഏതു നിമിഷവും നിലം പൊത്താവുന്ന വീടുകൾ ദേശീയപാത അതോറിറ്റി ഏറ്റെടുക്കണമെന്ന ആവശ്യം. 6ാം ദിനത്തിലേക്ക് കടന്ന പാരീസ് ഒളിമ്പിക്സ്. തുഴച്ചിൽ ഇന്ത്യൻ താരം ബൽരാജ് ഇന്ന് സെമി ഫൈനലിൽ. ഗ്രൂപ്പ് ഘട്ടത്തിൽ PV സിന്ധു എസ്റ്റേണിയെ നേരിടും. മുണ്ടക്കൈ ചൂരൽമല ദുരന്തം നാടിന് തന്നെ ഒരു വേദനയായി മാറുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. നാടിനെ നടുക്കിയ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരണസംഖ്യ 170 കടന്നു.